നിങ്ങൾക്ക് ഇനി മുതൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെപ്രാളം പിടിച്ച് പേടിച്ച് ഈ ഒരു പരിപാടി ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ ലോജിക്കലി ഇതിനെ കൗണ്ടർ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രൈക്ക് മാറി കിട്ടും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ AI സിസ്റ്റം ഇൻബിൽറ്റ് ചെയ്തതിന് ശേഷം മിക്ക ക്രിയേറ്റേഴ്സിനും നല്ല പണി കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അനാവശ്യമായ സ്ട്രൈക്കുകളും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത്, മിക്ക ആൾക്കാരും ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പേടിച്ച് വെപ്രാളം പിടിച്ച് ആദ്യം ആ വീഡിയോ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അതല്ലെങ്കിൽ അവിടെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് ആ കാര്യങ്ങളായിരിക്കും അവരവിടെ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ കാര്യത്തെ വളർത്തി വലുതാക്കി ഇത്രയും വലുതാക്കി വെക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പേടിക്കത്തില്ല. അവിടെ ആക്ച്വലി എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പേടിച്ച് വെപ്രാളം പിടിച്ച് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയരുത്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മറ്റ് ക്രിയേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. കാരണം ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലായാലും ഒരുപാട് ഫ്രോഡുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല തരത്തിലുള്ള മെയിലുകളും നിങ്ങൾക്ക് ദിവസവും കിട്ടുന്നതുമായിരിക്കും. ഇവർ നിങ്ങളുടെ പൈസയും അടിച്ചുകൊണ്ട് പോകും, പക്ഷേ നിങ്ങളുടെ പണി ചെയ്യത്തുമില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ ഈ പ്രോബ്ലത്തെ ഒന്നും കൂടെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് തരും. അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ഇതിനോടൊപ്പം അവർ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നാൽ ചില ആളുകൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനെതിരെ അങ്ങ് അപ്പീൽ കൊടുക്കും. എന്താണ് ഏതാണെന്ന് അവർ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല. അതല്ലെങ്കിൽ ആ വീഡിയോ തന്നെ അവരങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. നോക്കാം, ഇവിടെ നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ടേക്ക് ഡൗൺ ആയി പോകാറുണ്ട്. അതായത് ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകാറുണ്ട്. പക്ഷേ നമുക്കിവിടെ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആണെങ്കിൽ ആ വീഡിയോ നമുക്ക് കുറച്ച് ദിവസം കാണാൻ പറ്റും. ഓഡിയൻസിന് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കത് കാണാൻ പറ്റും. എത്ര ദിവസം കാണാൻ പറ്റും? 7 ദിവസം വരെ ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. കാരണം യൂട്യൂബ് ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുക, വീണ്ടും കണ്ട് നിങ്ങൾ ആ വീഡിയോ റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, യൂട്യൂബ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോളിസി വയലേഷൻ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അതോ നിങ്ങൾ ചെയ്തിട്ടില്ലയോ. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു വയലേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കിട്ടിയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് മേടിച്ച് പോക്കറ്റിൽ വെക്കാനേ പറ്റത്തുള്ളൂ. അതല്ല, ഈ പോളിസി വയലേഷൻ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ യൂട്യൂബ് AIക്ക് തെറ്റു പറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അധികാരമുണ്ട് ഇതിനെതിരെ അപ്പീൽ കൊടുക്കാൻ. ഈ അപ്പീലിലൂടെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് നിങ്ങൾക്ക് റിമൂവ് ചെയ്യിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അപ്പീൽ കൊടുക്കുന്നതിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. നിങ്ങൾ ഒരു പോളിസി വയലേഷനും നിങ്ങളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ അപ്പീലിൽ കാണിക്കുന്ന ആ ഒരു തെറ്റുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈ അപ്പീലും റിജക്റ്റ് ആയി പോകും. യൂട്യൂബ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് മാറ്റി തരത്തുമില്ല. നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ 7 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും. പക്ഷേ നിങ്ങളായിട്ട് ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ അവർക്ക് ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പോളിസി വയലേഷൻ അതിനെ ലോജിക്കലി കൗണ്ടർ ചെയ്യുന്നതിന് പകരം അവിടെ നിങ്ങൾ സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കും. നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു അപ്പീൽ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇതൊരു ഹ്യൂമൻ റിവ്യൂ ആയിരിക്കും നടക്കുന്നത് പല സമയത്തും. അതായത് യൂട്യൂബിൽ തന്നെയുള്ള ഒരു ഹ്യൂമൻ ആയിരിക്കും ഇതിനെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ ഈ അപ്പീൽ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾ അപ്പീൽ വീഡിയോയിൽ സാറേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഈ ചാനൽ കൊണ്ടാണ് എൻ്റെ വീഡിയോ ഓടുന്നത്, എങ്ങനെയെങ്കിലും ഈ സ്ട്രൈക്കൊന്ന് മാറ്റിത്ത, ഈ രീതിയിൽ നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. നിങ്ങളിവിടെ ഇന്ത്യയിൽ ആരോടെങ്കിലും ഇതുപോലെ സെൻറ്റിമെൻറ്റ്സ് അടിച്ചാൽ ചിലപ്പോൾ വർക്കായെന്ന് വരും, പക്ഷേ അവിടെ ഇത് വർക്കാവത്തില്ല. കാരണം യൂട്യൂബ് അവരുടെ പോളിസിയിൽ അതിൽ അവർ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യം പറയുക. നിങ്ങൾ പറയുക, നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് തന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പോളിസിക്ക് അനുസരിച്ചാണ്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ പല പ്രാവശ്യം റിവ്യൂ ചെയ്ത് നോക്കി, ഞാനത് കണ്ടു നോക്കി, ഈ ഒരു പർട്ടിക്കുലർ പോളിസി വയലേഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ട്രൈക്ക് റിമൂവ് ചെയ്ത് തരിക. അപ്പം നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്ന ഡേറ്റ് കൊടുത്തിട്ടുള്ള ഒരു ചാനൽ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ഒരു ദിവസം മുമ്പ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആ പോളിസി വയലേഷനും ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനൊരു അപ്പീൽ കൊടുപ്പിച്ചു. ആ രാത്രി തന്നെ ആ അപ്പീൽ അപ്രൂവ് ആവുകയും അവർക്ക് ആ ചാനൽ തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പം നിങ്ങളും ഇതേപോലെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എന്ത് പോളിസി വയലേഷനാണോ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്
പറയുന്നത് അതിനെക്കുറിച്ച് മാത്രം, അതിനെ കൗണ്ടർ ചെയ്ത് മാത്രം നിങ്ങൾ അപ്പീൽ കൊടുക്കുക. അല്ലാതെ സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ ആ പോളിസി വയലേഷൻ ഒന്നും ചെയ്തിട്ടും ഉണ്ടാകരുത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പീലിലൂടെ പറയുക, ഞാൻ ഈ പോളിസി വയലേഷൻ ചെയ്തിട്ടില്ല, ഞാൻ പല പ്രാവശ്യം റിവ്യൂ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് എൻ്റെ സ്ട്രൈക്ക് മാറ്റി തരിക. 100% ഉറപ്പ് യൂട്യൂബ് ഈ അപ്പീൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്ട്രൈക്ക് മാറ്റി കിട്ടുകയും ചെയ്യും. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഏത് പോളിസി വയലേറ്റ് ചെയ്തെന്നാണ് അവർ ഈ സ്ട്രൈക്കിലൂടെ പറയുന്നത്. ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ആ പോളിസി എന്താണെന്നുള്ളത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അത് വായിച്ച് മനസ്സിലാക്കുക. അഥവാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ കൊണ്ടുവരിക. അവിടെ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ അതിനെ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാണ് ഈ ഒരു പോളിസി വയലേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടെ അപ്പീൽ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കിട്ടിയ സ്ട്രൈക്ക് മേടിച്ച് കയ്യിൽ വെക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു പാഠം പഠിക്കാവുന്നതാണ്. ഈ ഒരു തെറ്റ്, ഈ ഒരു പോളിസി വയലേഷൻ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യരുതെന്നുള്ളൊരു പാഠം നമുക്കിവിടെ പഠിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ പോളിസി വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ അപ്പീൽ കൊടുക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ഈ ഒരു അപ്പീൽ വീഡിയോ കൊടുക്കാൻ. ഒരിക്കലും നിങ്ങൾ വെപ്രാളം പിടിച്ച് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അതുപോലെ നിങ്ങൾ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയരുത്. നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് പറയുക, നിങ്ങൾ പറയുന്ന ഒരു പോളിസി ഇതാണ്, ആ പോളിസി ഞാനിവിടെ വയലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ വീഡിയോ പല പ്രാവശ്യം കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളവിടെ വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ അപ്പീൽ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ സ്ട്രൈക്ക് യൂട്യൂബ് മാറ്റി തരികയും ചെയ്യും. ഇനി ഞാനൊരു സ്പെഷ്യൽ ടിപ്പ് നിങ്ങൾക്ക് തരാം. ഇത് യൂട്യൂബിലെ പോളിസികളിലൊന്നും പറയുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പലരുടെയും ചാനലുകൾ കണ്ടിട്ടുള്ളതും അതുപോലെ ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടുന്നു, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്ട്രൈക്ക് കിട്ടിയത്. ചില സമയത്ത് നിങ്ങളുടെ ടൈറ്റിലോ തംബ്നെയിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ മൂലമായിരിക്കും നിങ്ങൾക്ക് ഈ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വേറെ കുറേ വീഡിയോസ് ഉണ്ട്, അതിലും ഈ സെയിം തെറ്റുകളുണ്ട്, അതിൽ ഇതുവരെ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ചില സമയത്ത് ഡിലീറ്റഡ് വീഡിയോസിനും യൂട്യൂബ് സ്ട്രൈക്ക് കൊടുക്കാറുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഡിലീറ്റഡ് വീഡിയോസ് യൂട്യൂബിന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഏതൊക്കെ വീഡിയോസാണോ ഇതുവരെ സ്ട്രൈക്ക് കിട്ടാത്തത് പക്ഷേ പ്രശ്നങ്ങളുണ്ട്, ആ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനിലും ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുക. ഈ പ്രശ്നങ്ങളുള്ള വാക്കുകളൊന്നും ഉൾപ്പെടുത്താതെ പുതിയ രീതിയിലുള്ള ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും നിങ്ങൾ മാറ്റി ആ വീഡിയോസിന് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ആ വീഡിയോസിന് സ്ട്രൈക്ക് കിട്ടാതെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാവുന്നതാണ്. അല്ലാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഡിലീറ്റഡ് വീഡിയോസിനും യൂട്യൂബ് ചില സമയത്ത് സ്ട്രൈക്ക് കൊടുക്കാറുണ്ട്. ഇത് യൂട്യൂബിൻ്റെ പോളിസികളിലൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നമ്മുടെ ചാനലിലെ കൂടുതൽ സ്ട്രൈക്ക് കിട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ട്രൈക്ക് മേടിച്ച് കയ്യിൽ വയ്ക്കാം. മുന്നോട്ടുള്ള വീഡിയോസിൽ ഈ തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ ആ തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോജിക്കലി ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കൗണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ആ വെപ്രാളം പിടിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അതുപോലെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ആ ഒരു പോളിസി വയലേഷൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ലോജിക്കലി കൗണ്ടർ ചെയ്ത് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.